പക്ഷെ അപ്പോഴും BJP അധ്യക്ഷന്റെ കാര്യത്തിൽ RSS അയയാൻ തയ്യാറല്ല. നമുക്കറിയാം JP നദ്ദയുടെ കാലാവധി ഇങ്ങനെ നീട്ടി പോവുകയാണ്. മോദിയുടെയും അമിത്ഷായുടെയും നിർദ്ദേശങ്ങൾ മാത്രം അനുസരിക്കുന്ന ഒരു പ്രസിഡന്റ് ആകാതെ സ്വന്തമായി കാര്യങ്ങൾ തീരുമാനിക്കാൻ കഴിവുള്ള ഒരു നേതാവിനെ വേണം എന്നുള്ളതാണ് RSSന്റെ നിർബന്ധം. അതുകൊണ്ട് RSS നിർദ്ദേശിക്കുന്നത് സഞ്ജയ് ജോഷിയുടെ പേരാണ്. ജോഷിയാകട്ടെ മോദിയുടെയും അമിത്ഷായുടെയും പ്രധാന എതിരാളിയുമാണ്. മുൻ ജനറൽ സെക്രട്ടറി ആയിരുന്ന സഞ്ജയ് ജോഷിക്കെതിരെ 2005 ഒരു വ്യാജ ലൈംഗിക വീഡിയോ പ്രചരിച്ചിരുന്നു. മോദിക്ക് ജോഷിയോടുള്ള അതൃപ്തി പരസ്യമായതിന് തൊട്ടു പിന്നാലെയാണ് ഈ വ്യാജ വീഡിയോ പ്രചരിപ്പിക്കപ്പെട്ടത്. തുടർന്ന് ജോഷി പൊതുരംഗത്ത് തന്നെ പിൻവാങ്ങിയിരുന്നു. 2012 വരെ അദ്ദേഹം BJPയുടെ എക്സിക്യൂട്ടീവിൽ സജീവമായിരുന്ന ആളുമാണ്. അന്ന് ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്നു മോദി. പക്ഷെ മോദി വളർന്നതിന് ശേഷം BJPയിലെ പ്രധാനപ്പെട്ട സ്ഥാനങ്ങളിലേക്ക് ജോഷിയെ ഉൾപ്പെടുത്താനുള്ള RSSന്റെ എല്ലാ ശ്രമങ്ങളെയും മോദി തടഞ്ഞു വെട്ടി. മോദിയുടെ ജനപ്രീതിക്ക് മുന്നിൽ RSSന്റെ പ്രാധാന്യം അവിടെ കുറഞ്ഞു. എന്നാൽ ഇപ്പോൾ മോദിയുടെ ജനപ്രീതി കുറഞ്ഞു. ഒറ്റയ്ക്ക് ഭൂരിപക്ഷമില്ലാത്ത BJP സഖ്യകക്ഷികളുടെ പിന്തുണയോടെയാണ് ഭരിക്കുന്നത്. ഇതെല്ലാം മുൻനിർത്തിയാണ്, അല്ലെങ്കിൽ ഈ പശ്ചാത്തലത്തിലാണ് RSS ഇപ്പോൾ കടുത്ത നിലപാട് സ്വീകരിക്കുന്നത്.